ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസൻസ്, അപ്രീഷിയേറ്റ്. പിന്നെ ബോച്ചയുടെ ഒരു പരിപാടിക്ക് ഹണി റോസ്, അതായത് ബോച്ചയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് ഹണി റോസ് പോയി. ആ വേദിയിൽ വെച്ച് ബോച്ചയുടെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത്. ബോച്ചെ ഹണി റോസിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ബോച്ചയുടെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനാണ്, എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാട് ജ്വല്ലറി ആണെന്ന് തോന്നുന്നു, ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനം ഹണി റോസാണ് ചെയ്തത്. ബോച്ചെ ഉണ്ടായിരുന്നു. അപ്പോൾ ബോച്ചെ ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിൽ വേദിയിൽ വെച്ച് ബോച്ചെ ഹണി റോസിനെ കുന്തി ദേവിയായിട്ട് ഉപമിക്കുകയാണ്. മഹാഭാരതത്തിലെ കുന്തി ദേവിയെ പോലെയാണ് എനിക്ക് ഹണി റോസിനെ ഓർമ്മ വരുന്നതെന്ന് പറയുമ്പം അവിടെയുള്ള ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഹണി റോസിനെ അപമാനിക്കലാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഹണി റോസോ ബോച്ചയോ ഇതുവരെ ഒന്നും പ്രതികരിച്ചിട്ടില്ല. അവർക്ക് രണ്ടുപേർക്കും അതിൽ യാതൊരു വിധത്തിലുള്ള പരാതിയും അവർ ഉന്നയിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയ ആണ് ഇപ്പോൾ വലിയ കാര്യമായിട്ട് ആ വിഷയത്തിൽ ചർച്ച നടത്തുന്നത്. ഹണി റോസ് നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഹണി റോസ് ഉദ്ഘാടനം, സിനിമ ഒക്കെ ആയിട്ട് വളരെ തിരക്കുള്ള മലയാളത്തിലെ ഒരു നടിയാണ്. അവരിപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ കൂടുതൽ ഉദ്ഘാടനങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിനെ കാണുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇതൊരു അപമാനമായിട്ട് അല്ലെങ്കിൽ പൊതുവേദിയിൽ വെച്ചൊരു അപമാനിക്കലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഹണി റോസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ കാണാം. പക്ഷെ ഹണി റോസ് ഇതുവരെ അങ്ങനെ ഒരു പരാതി പറഞ്ഞില്ല കേട്ടോ. സോഷ്യൽ മീഡിയക്കാണ് വലിയ പരാതിയും പരിഭവവും ചർച്ചയും ഒക്കെ ഉള്ളത്. ഹണി റോസിന് വേണമെങ്കിൽ ഇതൊരു അപമാനമായിട്ട് കാണാം. ഹണി റോസിന് ഇതിന് പരസ്യമായിട്ട് പ്രതികരിക്കാം, ഒരു ചർച്ചയാക്കി എടുക്കാം. പക്ഷെ ഹണി റോസിന്റെ പക്വത കാണിച്ചു. ഹണി റോസ് ആ പ്രോഗ്രാമിൻ്റെതായ രീതിയിൽ ബോച്ചയുടേതായ രീതിയിൽ അതങ്ങനെ അങ്ങ് വിട്ടു. അത് കഴിഞ്ഞ് ആ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് ഈരാറ്റുപേട്ടയിൽ ഹണി റോസ് പോയി. ഹണി റോസ് ആസ് യൂഷ്വൽ ഹണി റോസിന്റെ തിരക്കുകളിലേക്ക് അങ്ങ് പോയി. പക്ഷെ സോഷ്യൽ മീഡിയ ഇപ്പോഴും ഈ വീഡിയോ കട്ടിങ്സ് എടുത്തിട്ട് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ബോച്ചനെ അറിയാം. ബോച്ച ഇതുപോലുള്ള കമന്റുകളെല്ലാം പറയുന്ന ഒരാളാണ്. ബോച്ചയ്ക്ക് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ നെഗറ്റിവിറ്റി കാണാം. ബോച്ചയെ പറയുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റീവായ രീതിയിലാണ് ബോച്ച സംസാരിച്ചത്. ബോച്ചയ്ക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ബോച്ചയുടെ ഇതുവരെയുള്ള എല്ലാ സംസാരങ്ങളും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബോച്ചയെ അതിനകത്ത് കുറ്റപ്പെടുത്താനും പറ്റില്ല. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് വശം വേണമെങ്കിൽ കണ്ടോ, അത് അങ്ങനെയല്ലേ ബോച്ച ഉദ്ദേശിച്ചെന്ന രീതിയിൽ സംസാരിച്ചിട്ട് ചർച്ച ചെയ്യുന്നവരുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ ഈ വിഷയമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോച്ചെ സമൂഹ മധ്യത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഹണി റോസിനെ അപമാനിച്ചു എന്ന രീതിയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ബോച്ചയുടെ പ്രോഗ്രാമാണ്. ബോച്ചെ കാശ് കൊടുത്തിട്ട് ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന നടിയാണ്. ബോച്ചെ ആ പരിപാടിയിൽ കൊണ്ടുവന്നിട്ട് ബോച്ചെ സ്വാഭാവികമായ രീതിയിൽ ബോച്ചെ സ്റ്റൈലിൽ ഒരു പ്രസംഗം നടത്തിയതാണ്. ഹണി റോസ് അവിടെ യാതൊരു വിധത്തിലുള്ള എതിർപ്പും അറിയിച്ചിട്ടില്ല. അതിനുശേഷവും ഹണി റോസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയക്കാണ് ഇതിൽ ഏറ്റവും വലിയ പരിഭവം. സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും വലിയ ചർച്ച നടക്കുന്നത്. ഇതിലൊരാൾക്ക് മാത്രമേ ഉള്ളൂ അയാൾ അപമാനിക്കപ്പെട്ടോ എന്നതിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാനുള്ള അവകാശമുള്ളത്. അത് ഹണി റോസിന് മാത്രമാണ്. ഹണി റോസ് ബോച്ചയുടെ ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അത് പ്രതികരിക്കാത്തിടത്തോളം കാലം, ഹണി റോസിന് അങ്ങനെ ഒരു പരാതി ഇല്ലാത്തിടത്തോളം കാലം, ഒരു പരിഭവവും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലാത്തിടത്തോളം കാലം ചർച്ച വെറുതെയാണ്.